കായും ബീഫും. ഇവിടങ്ങളിൽ കല്യാണ തലേന്നും നേർച്ച സദ്യക്കൊക്കെ വിളമ്പുന്ന കായും ബീഫിൻ്റെ റെസിപ്പിയാണ് ഇന്നത്. കുറച്ച് നെയ്യോട് കൂടിയ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി, സവാള ഒരു 2.5 സവാള എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഇതിൽ നമുക്ക് ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. ബീഫിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നന്നായിട്ട് എടുക്കുക. അത് ചതച്ച് മാറ്റിയതിന് ശേഷം ചെറുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട്. 1 കിലോ ബീഫിലേക്ക് ഒരു 3 വലിയ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. 4 കുഴപ്പമില്ല. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിടുമ്പോൾ ഈ കായ കറക്കാതിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്, ഏതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞങ്ങൾ കല്ലുപ്പാണ് മിക്കപ്പോഴും ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കാറ്. പിന്നെ ചേർക്കുന്നത് മല്ലിയും മുളകും മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബീഫിന് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള പൊടികൾ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അത് എല്ലാം കൂടെ നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 4 വിസിലിൽ നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും കടുക് മുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്ത് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ബീഫ് 4 വിസിലിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായ ചേർത്ത് കൊടുത്ത് 1 വിസിലും കൂടെ വേവിച്ചെടുക്കാം. ഇനി ഈ ചേർക്കാൻ പോകുന്നതാണ് വറുത്തര. തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് വറുത്തര. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 വിസിലിൽ തന്നെ നമ്മുടെ കായം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കായും ബീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തനി നാടൻ കായും ബീഫും റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.